1650 കോടി രൂപയുടെ ലോൺ ആപ്പ് തട്ടിപ്പിൽ എറണാകുളത്ത് 2 പേർ കൂടി അറസ്റ്റിലായി. ഫോർട്ട് കൊച്ചി സ്വദേശി TG വർഗീസ്, കോഴിക്കോട്ടെ സയ്യിദ് മുഹമ്മദ് എന്നിവരെയാണ് ED അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. വീണ്ടും ശ്രീകാന്ത്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് അഗൈൻ എസ്കേൻ. ഇത് വല്ലാത്തൊരു തട്ടിപ്പായി പോയി എന്ന് പറയേണ്ടി വരും. അതായത് 1650 കോടി രൂപയുടെ ലോൺ ആപ്പ് തട്ടിപ്പ്, അതും ചൈനീസ് ആപ്പുകൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. 2 മലയാളികളാണ് ആ ബഹുമിടുക്കന്മാർ. എന്തായാലും ED ഇപ്പോൾ 2 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരാൾ ഫോർട്ട് കൊച്ചി സ്വദേശി TG വർഗീസ്, മറ്റൊരാൾ കോഴിക്കോട് സ്വദേശി സയ്യിദ് മുഹമ്മദ് എന്നിവരാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റിന്റെ പിടിയിലായിട്ടുള്ളത്. 500 ബാങ്ക് അക്കൗണ്ടുകൾ തട്ടിപ്പ് സംഘത്തിന് ഇവർ കൈമാറിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ചൈനീസ് ആപ്പുകൾ വഴി 1650 കോടി ഈ അക്കൗണ്ടിലൂടെ തട്ടി എന്നാണ് ED കണ്ടെത്തിയത്. പ്രതികളെ ഇന്ന് 11 മണിക്ക് കൊച്ചിയിലെ CBI 2 കോടതിയിൽ ഹാജരാക്കും. കേസിൽ 4 പേർ നേരത്തെ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഈ 2 അറസ്റ്റുകൾ കൂടി നടന്നത്. തുടർ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും ഇപ്പോൾ ED അറിയിക്കുന്നു. ഈ എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല മലയാളികൾ എന്നുള്ളതാണ് ഇതിൽ നിന്നും തെളിയുകയും ചെയ്യുന്നത്. 2 മലയാളികൾ തന്നെ മലയാളികൾക്കിട്ട് ആപ്പ് വെച്ചു, അതും ലോൺ ആപ്പിലൂടെ. അതാണ് EDയുടെ ഈ അറസ്റ്റോടെ തെളിയുന്നത്. ശ്രീകാന്ത്, ഇതിൽ മറ്റു പ്രതികൾ ആരെങ്കിലും ഉള്ളതായിട്ട് സംശയമുണ്ടോ EDക്ക്? SKN 100% കൂടുതൽ ആളുകളുണ്ട് എന്നാണ് ED പറയുന്നത്. പക്ഷേ അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ പോകേണ്ടത് കൊണ്ട് വിശദാംശങ്ങൾ വെളിപ്പെടുത്താനാകില്ല എന്നവർ പറയുന്നു. നേരത്തെ ഈ കേസിൽ 4 പേർ അറസ്റ്റിലായി. അവർ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിലാണ്. അതിനുശേഷം അവരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 2 പേരെ പിടിച്ചത്. ഈ 2 പേരെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. തുടർ അറസ്റ്റുകൾ 100% ഉണ്ടാകും. അന്താരാഷ്ട്ര ബന്ധമുള്ള ശൃംഖലയാണ് ഇതെന്ന് ED പറയുന്നു. അതായത് ഇന്റർനാഷണൽ തലത്തിൽ ഇതൊരു വലിയ സംഘമായാണ് പ്രവർത്തിക്കുന്നത്. അതിൽ താഴേക്കിടയിലുള്ള കണ്ണികൾ മലയാളികളായ 2 പേരാണ് ഇപ്പോൾ പിടിയിലായത്. നേരത്തെ പിടിയിലായത് മലയാളികളാണ്, 4 പേർ പിടിയിലായത്. തുടർ അറസ്റ്റുകൾ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടാൽ അത് കേസിനെ ബാധിക്കും. ഇതാണ് EDയുടെ വിശദീകരണം. താങ്ക് യു ശ്രീകാന്ത്.